ഇന്ന് പുലർച്ചെ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ KG ജയന്റെ സംസ്കാരം നാളെ കൊച്ചിയിൽ നടക്കും. നാളെ രാവിലെ 6:30 മണിയോടെ മൃതദേഹം തൃപ്പൂണിത്തുറയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിക്കും. കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ച. നിലവിൽ മൃതദേഹം അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരുന്നു. വീണ്ടും വിനീത, ഈ സംസ്കാര ചടങ്ങിൻ്റെ തീരുമാനമൊക്കെ ആയിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും SKN വൈകിട്ടോടുകൂടി സംസ്കാരം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ഇന്ന് പുലർച്ചയോടുകൂടി തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത്. അദ്ദേഹത്തിന് ഏറെ നാളായി ഈ പ്രായം ആയത് കാരണമുള്ള ചില അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് അദ്ദേഹം നവതി ആഘോഷിച്ചിരുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ചാണ് പ്രായാധിക്യമായ അസുഖങ്ങളാൽ അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടാകുന്നത്. മകൻ മനോജ് K ജയൻ വീട്ടിലുണ്ടായിരുന്നു. മനോജ് K ജയന്റെ ഭാര്യയും മകനും ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. മറ്റ് ബന്ധുക്കളൊക്കെ ചിലർ പുറത്താണുള്ളത്. അവരൊക്കെ നാളെയോടുകൂടിയേ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നാളെ സംസ്കാരവും പൊതുദർശനവും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ നിന്ന് സൺറൈസ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. രാവിലെ 6:30യോടുകൂടി ആ ഭൗതികദേഹം വീണ്ടും തൃപ്പൂണിത്തുറയിലെ വീട്ടിലെത്തിക്കും. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആ വീട്ടിലെത്തി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി ആദ്യം പൊതുദർശനം വീട്ടിലുണ്ടാകും. അതിനുശേഷം പിന്നീട് ഈ മറ്റ് ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വന്ന് കണ്ടുമടങ്ങുന്നതിനായി ഒരുപക്ഷെ തൃപ്പൂണിത്തുറ ലായം ഹാളിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ സ്ഥലം ഇനിയും തീരുമാനമായിട്ടില്ല. തുടർന്ന് വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഈ രണ്ട് കാര്യത്തിൽ കുടുംബം അല്പസമയത്തിനകം ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. കാരണം അവരുടെ മറ്റു ബന്ധുക്കളൊക്കെ തന്നെ എത്തേണ്ടതായിട്ടുണ്ട്. അവരൊക്കെയായി സംസാരിച്ചതിന് ശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. നിലവിൽ നാളെ വൈകിട്ടോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാരം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ നിരവധി ആളുകളാണ് വീട്ടിലേക്കൊക്കെ തന്നെ എത്തുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ ഈ ഭക്തിഗാന രംഗങ്ങളിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മേഖലയിലൊക്കെ വലിയ സംഭാവനകൾ നൽകിയാണ് അദ്ദേഹത്തിന്റെ ഒരു മടക്കം എന്ന് പറയുന്നത്. സഹോദരനൊപ്പം ചേർന്നുകൊണ്ട് ഇരട്ട സഹോദരന്മാർ ഒന്നിച്ച് ഈണം നൽകിയ ഈ അയ്യപ്പ ഭക്തിഗാനങ്ങളെല്ലാം അന്ന് വളരെയധികം മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഒരുപക്ഷെ 1961 ആണെന്ന് തോന്നുന്നു പീലിയിലെയൊക്കെ ആലപിച്ച ഭക്തിഗാനം. ഒരുപക്ഷെ ആ ഭക്തിഗാനം ഒരു ഗായിക ഒരു സ്ത്രീ എന്ന തരത്തിലൊരു ഗായിക ആദ്യമായി ഒരു ഭക്തിഗാനം ആലപിക്കുന്നതൊക്കെ ഇവർ ഈണം നൽകിയ ആ ഗാനമാണ്. പിന്നീട് ഈ ഭക്തിഗാന മേഖലയുടെയൊക്കെ ഒരു ഭക്തിഗാന ശാഖയുടെയൊക്കെ ഒരു തിരുവാഭരണമായി ആദ്യ ഗാനം മാറിയെന്നതും ഏറെ പ്രശംസ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. നിരവധി പുരസ്കാരങ്ങൾ, നിരവധി ബഹുമതികളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വലിയൊരു വിയോഗം തന്നെയാണ്. ഈ മലയാള സിനിമ സംഗീത മേഖലയിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വിയോഗത്തെ നമുക്ക് എടുത്തു പറയാവുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ മനോജ് K ജയൻ ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ വീട്ടിലുണ്ട്. മറ്റ് ബന്ധുക്കളൊക്കെ വിവരമറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. നാളെ വൈകിട്ടോടുകൂടിയായിരിക്കും സംസ്കാരമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. SK. ഓക്കെ, താങ്ക് യു വിനീത വിജി. ഒരു നക്ഷത്രദീപം കൂടി പൊലിഞ്ഞു എന്ന വാർത്തയാണ് ഇന്ന് വെളുപ്പിന് നമ്മെ തേടിയെത്തിയത്. പ്രശസ്ത കർണാടക സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ KG ജയൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നാളെ നടക്കും.